നീറ്റ് 2025 കൗൺസിലിംഗ് ഷെഡ്യൂളിലെ മാറ്റങ്ങളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ്, നമ്മുടെ MCC നടത്തുന്ന കൗൺസിലിംഗിലെ ഫസ്റ്റ് റൗണ്ട്, അതിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ, ചോയ്സ് ഫില്ലിംഗ്, ലോക്കിംഗ് എല്ലാം ഇന്നും കൊണ്ട് അവസാനിക്കുകയാണ്. മറ്റന്നാൾ 9-ാം തീയതി അതിൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് കരുതുക. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള സ്റ്റേറ്റ് കൗൺസിലിംഗ് അതിലെ ഫസ്റ്റ് റൗണ്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള എല്ലാവിധ കാര്യങ്ങളും നമ്മൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ തയ്യാറാക്കിയ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് കഴിഞ്ഞ ദിവസം ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടു. അതിൽ നമ്മളുടെ റാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റേറ്റ് റാങ്ക്, അതോടൊപ്പം തന്നെ കാറ്റഗറി റാങ്കിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്തിരുന്ന കോളേജുകൾ, കോഴ്സുകൾ എല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. പ്രൊവിഷണൽ താൽക്കാലിക ലിസ്റ്റാണ്. എന്നാൽ ഇന്നലെ മറ്റൊരു നോട്ടിഫിക്കേഷനും കൂടി MCCയുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ കേരളത്തിലെ കൗൺസിലിംഗ് ഷെഡ്യൂളിൽ ചില മാറ്റങ്ങൾ, അത് പ്രത്യേകമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നിലവിൽ നമ്മൾ അപ്ലൈ ചെയ്ത എല്ലാവരും ഒരിക്കൽ കൂടി 9/8 മുതൽ 15/8 വരെ ഓപ്ഷൻ രജിസ്ട്രേഷൻ, ഡിലീഷൻ, ഇനി അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീഅറേഞ്ച്മെൻറ്റുകൾ എന്നിവ നടത്തുവാനുള്ള അവസരം വീണ്ടും നമ്മളുടെ എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലഭ്യമാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവരും ആവശ്യ അനുസരണം അത് വിനിയോഗിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഇത് ഇങ്ങനെ നൽകിയിരിക്കുന്നതിനാൽ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. അപ്പോൾ അതിലെ ഓപ്ഷനുകൾ ഈ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ലിസ്റ്റ് ഒന്നും കൂടി പബ്ലിഷ് ചെയ്യുന്നതാണ് ഓഗസ്റ്റ് 16-ാം തീയതി. അതിനുശേഷമാണ് അന്നേരം ഓഗസ്റ്റ് 16-ാം തീയതി വീണ്ടും ഒരു താൽക്കാലിക ലിസ്റ്റ് വരും. അതിനുശേഷം ഓഗസ്റ്റ് 18-ാം തീയതി ഫൈനൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ് എന്നുള്ളതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം നേരത്തെ നമ്മുടെ സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ ഫസ്റ്റ് റൗണ്ടിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ നടത്തിയിരുന്നവരിൽ അവർ ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിനുള്ള സൗകര്യം വെബ്സൈറ്റിൽ, നമ്മുടെ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷനുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വീണ്ടും ലഭ്യമാക്കുന്നത് എന്നുള്ളത് അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടി ഈ കഴിഞ്ഞ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് എവിടേക്കൊക്കെയാണ്, ഏതൊക്കെ റാങ്കുകാർക്കൊക്കെ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളത്. പിന്നെ നമ്മുടെ ഇതിനോടൊപ്പം നടക്കുന്ന നമ്മുടെ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് അതിൻ്റെ ഫസ്റ്റ് റൗണ്ട്, അപ്പോൾ അതിൻ്റെ ഡേറ്റും കൂടി നമ്മളൊന്ന് ശ്രദ്ധിച്ച്, ഇത് രണ്ടും കൂടി നേരത്തെ വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിരുന്നു. കൗൺസിലിങ്ങിൽ പങ്കെടുക്കുമ്പോൾ നമ്മളുടെ ശ്രദ്ധ വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഓൾ ഇന്ത്യയുടെ ഇന്ന് നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് എല്ലാവിധ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ സീറ്റ് അലോട്ട്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് 9th ഓഗസ്റ്റ്, മറ്റന്നാൾ സാറ്റർഡേ ആണ്. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന കോളേജുകളിൽ ജോയിൻ ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ കോഴ്സുകൾ, കോളേജുകൾ കിട്ടി എന്നുണ്ടെങ്കിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരം അത് ഓഗസ്റ്റ് 18-ാം തീയതി വരെയാണ്. നീ ശ്രദ്ധിക്കേണ്ടത് ഓഗസ്റ്റ് 18-ാം തീയതിയാണ് നമ്മുടെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ് ഫൈനലായിട്ടുള്ളത് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് ഇഷ്ടമില്ലാത്തത് കിട്ടിയെന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ടത് ഇല്ല. സ്റ്റേറ്റിലേക്ക് നമുക്ക് വീണ്ടും നോക്കാം, അതിലേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷയോടുകൂടി. ഇനി അവിടെ എന്തെങ്കിലും ഒരു പോരായ്മ സംഭവിച്ചു എന്നുണ്ടെങ്കിൽ നമ്മൾ സെക്കൻഡ് റൗണ്ട് കൗൺസിലിംഗിലേക്ക് പങ്കെടുക്കുന്നു. അപ്പോൾ ഈ MCCയുടെ ആ വെബ്സൈറ്റിൽ ഈ ഒരു ഫ്ലോ ചാർട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഫ്ലോ ചാർട്ട് പ്രകാരം എല്ലാവിധ കാര്യങ്ങളിലും അപ്ഡേറ്റഡ് ആയിട്ട് നമ്മളും അതിൽ നമ്മുടെ കൗൺസിലിംഗ് പ്രോസസ്സ്, ഓൾ ഇന്ത്യയുടെയും സ്റ്റേറ്റ് കൗൺസിലിംഗ് പ്രോസസ്സിൽ പങ്കെടുക്കുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻസ് നേരത്തെ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ എല്ലാ ദിവസവും തന്നെ രാവിലെയും വൈകുന്നേരവുമായിട്ട് നമ്മുടെ കേരള എൻട്രൻസ് പരീക്ഷാ കമ്മീഷൻ
കമ്മീഷണറുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്, അതോടൊപ്പം തന്നെ MCCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മൾ നോക്കുക. അതിൽ വരുന്ന അപ്ഡേഷൻസ് അത് നമ്മൾ വായിക്കുക. അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുവാൻ വേണ്ടി പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഇതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ദർശന അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതാണ്. താങ്ക്